ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇത് നമുക്ക് ലാഷീൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ജെല്ലിൻ്റെ റിവ്യൂ കാണാം. നമ്മൾ മാർക്കറ്റിലുള്ള സൺസ്ക്രീനുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ഇത്തിരി പ്രൈസ് കൂടുതലാണ്. ഇതിനൊരു 790 റുപ്പീസാണ് കേട്ടോ വരുന്നത്. 50 ഗ്രാം പ്രൊഡക്റ്റാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ സെയിൽ നടക്കുന്ന സമയത്തൊന്നും ഇതിനധികം വലിയ ഓഫറൊന്നും ഉണ്ടാവാറില്ല. 600 സംതിങ്ങിനൊക്കെയാണ് ഈ ഒരു സൺസ്ക്രീൻ എപ്പോഴും അവൈലബിൾ ആയിട്ട് വരാറുള്ളത് കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നോൺ ഇറിറ്റൻ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഫേസിൽ പിമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത് തന്നെ പറയട്ടെ എന്താ കാര്യം എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഒരു പരിധി വരെ നമ്മൾ വെയർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ നല്ലപോലെ സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൽ പ്രിസർവേറ്റീവ്സോ ഡൈസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡ് കോമ്പിനേഷനിലായിട്ടുള്ളൊരു പാക്കേജിങ്ങിലാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ വരുന്നത്. പിന്നെ ഇതിൽ പേരിൽ കൊടുത്തിട്ടുള്ളത് ഇത് ജെൽ സൺസ്ക്രീൻ എന്നാണ്. പക്ഷേ എനിക്കിത് ഫീൽ ചെയ്ത് ഒരു ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ക്രീമി ടെക്സ്ചറാണെങ്കിലും നമ്മളിത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫിനിഷ് വരുന്നത് മാറ്റ് ഫിനിഷാണ് കേട്ടോ. നമ്മൾ പ്രൈമറൊക്കെ യൂസ് ചെയ്യില്ല, മാറ്റ് പ്രൈമർ, അതിൻ്റെ ഒരു ഫിനിഷാണ് കേട്ടോ വരുന്നത്. നല്ല വെൽവെറ്റി ആയിട്ടുള്ളൊരു സ്മൂത്ത് ഫിനിഷാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീനിന് വരുന്നത്. പിന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഫെയർ ടു മീഡിയം സ്കിൻ ടോണാണെങ്കിൽ ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. പക്ഷേ കുറച്ച് ഡീപ്പായിട്ടുള്ള സ്കിൻ ടോണുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ചെറിയൊരു വൈറ്റ് കാസ്റ്റ് പോലെ ഫീൽ ചെയ്യും. പക്ഷെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായൊരു വൈറ്റ് കാസ്റ്റ് പോകും കേട്ടോ. പിന്നെ ഇതിന് നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്, നല്ല എമൗണ്ടിൽ ഫ്രാഗ്രൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രാഗ്രൻസ് അലർജി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു സൺസ്ക്രീൻ സ്യൂട്ടാവാൻ വളരെ ചാൻസ് കുറവാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു സൺസ്ക്രീന് പിമ്പിൾസ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അതെന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാറ്റ് പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടെക്സ്ചർ ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പിമ്പിൾസ് വരുന്നത് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് ഓയിൽ ഫ്രീ ആണെന്നൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഡ്രൈ സ്കിന്നിന് മാത്രം ഈ ഒരു സൺസ്ക്രീൻ സ്യൂട്ടാവുള്ളൂ കേട്ടോ. ഓയിലി സ്കിന്നിനാണെങ്കിൽ ഇത് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ആണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ ഫേസ് ഒന്ന് ഓയിലി ആക്കുന്നുണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് എന്തായാലും ഇത് സ്യൂട്ടാവാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീനിലെ SPF വരുന്നത് 40 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വെയിലത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എവറി 2 അവർ കൂടുമ്പോൾ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ എന്തായാലും റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും.